തൃശൂർ പൂരം കലക്കൽ വിശദമായി അന്വേഷിച്ചേക്കും. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് DGP. ഇക്കാര്യം മുഖ്യമന്ത്രിയെ DGP അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടേതാകും അന്തിമ തീരുമാനം. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, നമുക്കറിയാം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് DGPക്ക് നൽകിയത്. അത് മുഖ്യമന്ത്രിയുടെ പക്കലും എത്തിയിരിക്കുന്നു. അപ്പോഴാണ് DGP ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണം എന്നൊരു ആവശ്യം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. പ്രധാനമായും വിനോദ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് 600 പേജുള്ള റിപ്പോർട്ടാണ് DGPക്ക് സമർപ്പിച്ചിരുന്നത്. വിശദമായ അന്വേഷണം നടത്തി 600 പേജുള്ള റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് ഇതിൽ പറയുന്നില്ല. അങ്കിത് അശോകന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് ഒഴിച്ചു നിർത്തിയാൽ പോലീസിന് കാര്യമായ വീഴ്ച സംഭവിച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. മാത്രമല്ല, ഈ ദേവസ്വങ്ങൾക്കെതിരെ ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പൂരം കലക്കുന്നതിന് ആസൂത്രിതമായ ചില ശ്രമങ്ങൾ നടന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്ന നിലപാടാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ആരെങ്കിലും ആസൂത്രിതമായി പൂരം കലക്കുന്നതിന് വേണ്ടി അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം. ഒരുപക്ഷെ കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷണം നടത്തണം എന്നും സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഈ വിശദമായ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. അതിനുശേഷം അദ്ദേഹം അത് വിശദമായി പരിശോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൈമാറിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെടുമ്പോൾ അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന് കാര്യമായ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണർ അങ്കിത് അശോകനെ മാത്രമാണ് ഇതിൽ കുറ്റപ്പെടുത്തുന്നത്. മറ്റ് പോലീസ് ക്രമീകരണത്തിലെ മറ്റ് വീഴ്ചകളെക്കുറിച്ചൊന്നും വിശദമായി ഇതിൽ പ്രതിപാദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം തന്നെ ദേവസ്വങ്ങൾക്കെതിരെ ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും പൂരം അലങ്കോലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി. ചില പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തണം. ആ കണ്ടെത്തുന്നതിന് വിശദമായ ഒരു അന്വേഷണം വേണം. ഒരുപക്ഷെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതാകും ഉചിതം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ടിനൊപ്പം തന്നെ ഒരു കത്തുകൂടി നൽകിയിരിക്കുന്നത്. അതിൽ അന്തിമ തീരുമാനം ഏതായാലും മുഖ്യമന്ത്രിയാണ് എടുക്കേണ്ടത്. അങ്ങനെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അങ്കിത് അശോകനെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയും IGയും DIGയും ഉൾപ്പെടെയുള്ളവർ ഈ സമയം അവിടെ ഉണ്ടായിരുന്നു. പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ദേവസ്വങ്ങളും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷവും ഉൾപ്പെടെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും ഈ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിലപാട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ദേവസ്വങ്ങൾക്കെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിൽ ഗൂഢാലോചന ഉൾപ്പെടെ നടന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദ അന്വേഷണം വേണം എന്ന നിലപാടിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തിയിരിക്കുന്നത്. തീർച്ചയായും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിൽ അതിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷമാണ് DGP ഇപ്പോൾ മുഖ്യമന്ത്രിയോട് തന്നെ വിശദമായി ഒരു അന്വേഷണം വേണം എന്നുള്ളൊരാവശ്യം മുന്നോട്ട് വെക്കുന്നത്. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയാണ് കൈക്കൊള്ളേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്.